ചായ. സാധാരണ ചന്ദ്രാമ്മയാണല്ലോ ചായ കൊണ്ടുവരാറ്. ഇന്നെന്താ താൻ? വേണ്ടെങ്കി വേണ്ട, ഞാൻ ചന്ദ്രമ്മയുടെ കയ്യിൽ ചായ കൊടുത്തു വിടാം. അയ്യോ നിക്ക് നിക്ക് നിക്ക്. താൻ കഷ്ടപ്പെട്ടുകൊണ്ടെന്നല്ലേ, ഇന്നത്തേക്ക് കുടിച്ചേക്കാം. ഈ ചായ ആരായിട്ടത്? ഞാനാ. എന്താ? കൊള്ളാം, നല്ല ചായ. ഇതൊക്കെ സ്ഥിരാക്കി കൊടുത്ത എനിക്ക്. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താ ചായ കൊണ്ട് വരാത്തേന്ന്? എടോ, ഞാനൊരു വക്കീല, താൻ LLBക്ക് പഠിക്കാൻ പോകുന്ന ആളൂ. ആ സ്ഥിതിക്ക് തനിക്ക് എന്റെ സെക്രട്ടറി ആയിട്ട് നിന്നൂടെ? ഡ്രൈവറുടെ സെക്രട്ടറി ആയിട്ടോ? ഡ്രൈവറുടെ ജോലിയും കളക്ടറുടെ ജാടയും ഇതൊക്കെ അപൂർവ ഇനം സാധനങ്ങളാ. ഒരു തൈ എടുത്തു വെക്കണം, ഇല്ലെങ്കിലേ നാളെ വംശനാശം സംഭവിച്ചു. ഓ, സമ്മതിച്ചു. ഇന്നലെ ഉറക്കം വന്നില്ല. എനിക്കറിയാം, ഔട്ട് ഹൗസിൽ ഇപ്പൊ കുറച്ച് കൊതുക് കൂടുതലാ. അതല്ലടോ. എനിക്കറിയാം, അഡ്മിഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരിക്കും. എനിക്കും ചിലപ്പോ അങ്ങനെയാ. നല്ല സന്തോഷങ്ങൾ വന്നാലും സങ്കടങ്ങൾ വന്നാലും അന്ന് ഉറക്കം കിട്ടത്തില്ല. എനിക്ക് അതുകൊണ്ടൊന്നും അല്ല, കോളേജിലേക്ക് പോകാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട്. റാഗിങ്ങും അവന്മാരുടെയൊക്കെ ഒരുമാതിരി വൃത്തികെട്ട നോട്ടവും കളിയാക്കലും. അതിലൊന്നും താൻ പേടിക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടായാ താൻ ധൈര്യമായിട്ട് ചെന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് പരാതി കൊടുക്കണം. അതിലും വലിയ പ്രശ്നം ഇപ്പൊ ഗാർഡിയന്റെ കാര്യത്തില്. ഗാർഡിയനെ കൊണ്ട് പോയേ പറ്റൂന്നാ പറഞ്ഞിരിക്കുന്നത്. ഗാർഡിയന്റെ കാര്യമൊക്കെ നമുക്ക് ശരിയാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കുന്നേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ തന്നെ വേഷം മാറി ഗാർഡിയനായിട്ട് വന്നോളാം. അയ്യടാ, ഗാർഡിയനാവാൻ പറ്റിയൊരു ചളുക്ക്. എന്താണ് അത് രാവിലെ ഇവിടെ ഒരു സംവാദം? വല്ല കേസ് കെട്ടും ചർച്ച ചെയ്യാണോ? കേസ് കെട്ടതിനധികം ഒന്നുവരെ. എന്നുദ്ദേശിച്ചാണോ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഉള്ള കേസിനെ പറ്റിയാ. ഒന്ന് നിന്നേ. എന്തായിരുന്നു ഒരു ഗാർഡിയന്റെ ഇഷ്യൂ ഒക്കെ പറയുന്നത് കേട്ടു. ഇന്ന് കോളേജില് ഗാർഡിയനെ കൊണ്ടുപോകണം. അമ്മയ്ക്ക് സുഖമില്ല, കൂടപ്പിറപ്പൊന്നുള്ളത് ചത്ത അഴുകുകയും ചെയ്തു. ഇനി എന്താ മാർഗം ആലോചിക്കുമായിരുന്നു. അതിലെന്താ ഇത്ര ആലോചിക്കാൻ? കൊലയാളി തന്താ പോലീസിന്റെ സംരക്ഷണയിൽ പാതിചത്ത് കിടക്കല്ലേ. ഒരു ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് ഗാർഡിയനായിട്ട് കൂടെ അങ്ങ് കൊണ്ടുപോ. ലോ കോളേജിലെ ഒരു ഓളമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ജന്മം നൽകിയ ഒരാൾക്ക് ഇങ്ങനൊരവസ്ഥ വരുമ്പോ സഹകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ കളിയാക്കി പുച്ഛിക്കരുത്. ഒന്നുമില്ലെങ്കിലും ജന്മം തന്ന അച്ഛനാ. പിന്നെ ഓളം, അത് ഞാൻ ഉണ്ടാക്കി തരാം. ആൾമാറാട്ടം നടത്തി ജീവിക്കുന്ന നിന്നെ അച്ഛൻ കിടന്നതിന് തൊട്ടടുത്തുള്ള വനിതാ ജയിലിന് അയക്കാനും കൂടിയാ ഞാൻ ഈ LLB പഠിക്കുന്നേ. ജയിലിന്റെ ഓളം നീ കൂടി അറിയണമല്ലോ. എടേ, നീ ഈ വീട്ടിലെ ഒരു നേർച്ചക്കൊഴിയാ. ഏത് നിമിഷവും നിന്റെ കഥയങ്ങ് തീരും.